മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എംഎൽഎമാരുടെ ഭൂരിപക്ഷ പിന്തുണ ലഭിച്ചില്ലെങ്കിലും ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കാനായതിന്റെ ആത്മവിശ്വാസത്തിൽ വി.ഡി. സതീശൻ ക്യാമ്പ്. ലീഗിന് പുറമെ ജോസഫ് വിഭാഗവും CMPയും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും വി.ഡി. സതീശന് അനുകൂലമായിട്ടുള്ള തീരുമാനം ഹൈക്കമാൻഡ് പ്രതിനിധികളെ അറിയിച്ചുവെന്നാണ് സൂചന. എംഎൽഎമാരുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം ഡൽഹിക്ക് പുറപ്പെട്ട AICC പ്രതിനിധികൾ കോൺഗ്രസ് ദേശീയ അധ്യക്ഷന് വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഇന്ന് കൈമാറും. അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ നാളെ ഡൽഹിക്ക് വിളിപ്പിച്ചേക്കുമെന്നാണ് വിവരം. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരങ്ങൾ നൽകും. സാരംഗ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താണേലും കേരളത്തിൽ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതൊക്കെ ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. 3 പേരും സജീവമായുണ്ട്, 3 പേരുടെയും ക്യാമ്പുകളുണ്ട്. ഈ MLA-മാരുടെ പിന്തുണ എണ്ണത്തിൽ കൂടുതൽ അത് KC വേണുഗോപാൽ ആണെങ്കിൽ പോലും ഈ ഘടകകക്ഷികളുടെ നിലപാട് അത് നിർണായകമാകാൻ സാധ്യതയുണ്ടോ? ഇന്നെന്താണ് കോൺഗ്രസ് ക്യാമ്പിൽ നടക്കുക? എൽദോ, ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നിയമസഭാ ഇലക്ഷനിൽ പ്രധാനമായും നടന്നിട്ടുള്ളത് ത്രികോണ മത്സരങ്ങളാണ്. പല മണ്ഡലങ്ങളിൽ നടന്നിട്ടുള്ളത്. അത്തരത്തിലൊരു ത്രികോണ മത്സരത്തിലേക്ക് ഈ ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിലേക്കും, അതായത് മുഖ്യമന്ത്രി ആരാകണമെന്ന തീരുമാനത്തിലേക്കും അങ്ങനെ ഒരു ത്രികോണ മത്സരം നടക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം 3 നേതാക്കന്മാർ, അത് 3 പേരും ഒന്നിനൊന്ന് ശക്തരായിട്ടുള്ള നേതാക്കന്മാരാണ് ഈ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ KC വേണുഗോപാൽ പക്ഷമാണ്. അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണയുള്ളത് എന്നാണ് ഇപ്പോൾ KC വേണുഗോപാൽ ക്യാമ്പ് പ്രധാനമായും അവകാശപ്പെടുന്നത്. അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് വി.ഡി. സതീശന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട്. കാരണം കഴിഞ്ഞ ദിവസം രാത്രി അടക്കം, അതായത് AICC പ്രതിനിധികൾ കേരളത്തിൽ നിന്നും പോയതിനു ശേഷം ഘടകകക്ഷികളായിട്ടുള്ള പലരും, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ എത്തി, അതായത് കന്റോൺമെന്റ് ഹൌസിലെത്തി വി.ഡി. സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പും വളരെ സജീവമാണ്. കാരണം സീനിയോറിറ്റിയാണ് പ്രധാനമായും രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്ന വാദം. എന്ത് തന്നെയായാലും ഇതിൽ പ്രധാനമായിട്ടുള്ള തീരുമാനം വരേണ്ടത് AICCയുടെ ഭാഗത്തു നിന്നാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഇവിടെ നിന്ന് തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് AICC പ്രതിനിധികൾ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പ്രധാന നേതാക്കന്മാരെ, കേരളത്തിൽ നിന്നുള്ള ഈ ഒരു പ്രധാന നേതാക്കന്മാരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം അവരെ ധരിപ്പിക്കാനടക്കമുള്ള സാധ്യത ഉണ്ട്. നാളെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യത. കാരണം നാളെ അടക്കമാണ് ഇതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരടക്കമുള്ള കൂടിക്കാഴ്ചയും തീരുമാനിച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു തീരുമാനം എത്രത്തിലായിരിക്കും, അതുമായി ബന്ധപ്പെട്ടായിരിക്കും അതായത് വി.ഡി. സതീശൻ പക്ഷത്തിന് ഘടകകക്ഷികളെ പിന്തുണയും ഒപ്പം ജനഹിതവും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനമായും വി.ഡി. സതീശന്റെ ക്യാമ്പ് പ്രധാനമായി AICC അംഗങ്ങളെ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല KC വേണുഗോപാലിനെ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ MP-മാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം ഹൈക്കമാൻഡ് മുൻപ് തന്നെ എടുത്തിരുന്നു. അതിന് വിരുദ്ധമായി KC വേണുഗോപാലിനെ ഈ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഈ ഒരു തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാവുകയും ചെയ്യും. ഒപ്പം രമേശ് ചെന്നിത്തലയും വാദമുയർത്തുന്നത്. കാരണം സീനിയോറിറ്റി പ്രധാനമായും ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് AK ആന്റണിയുടെ അടക്കം പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും ഇതിൽ, അതായത് വലിയ വിജയം നേടിയതിനു ശേഷവും ഈ ഒരു മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള തർക്കം അത് ജനങ്ങൾക്കിടയിൽ എത്രത്തോളം കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിലായിട്ട് വ്യക്തമാവുകയുള്ളൂ. കാരണം ആരാകും മുഖ്യമന്ത്രി അതിനുശേഷമായിരിക്കും അത് ജനഹിതവുമായി ചേർന്ന് നിൽക്കുന്നവരാണ്. കാരണം പല ഭാഗങ്ങളിലും, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലടക്കം വി.ഡി. സതീശന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പ്രകടനങ്ങളും ഫ്ലക്സുകളും മറ്റും ഉയർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ KC വേണുഗോപാൽ പക്ഷവും അത് ശക്തമായി തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളും അത് ഉയർത്തി കാണിക്കുന്നുമുണ്ട്. എന്ത് തന്നെയായാലും ഇത് ഏത് രീതിയിലായിരിക്കും AICC ഇതിൽ തീരുമാനമെടുക്കുക, അത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം. അതിൽ ആ ഒരു തീരുമാനം വന്നതിന് ശേഷമായിരിക്കും മറ്റേ ഈ ഒരു മന്ത്രിസഭയുടെ അടക്കം തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എൽദോ, റൈറ്റ്. സാരംഗ്, ഈ പ്രതീക്ഷയിലാണ് 3 ക്യാമ്പുകളും എന്നുള്ളതിൽ തർക്കമില്ല. കാരണം പല കാരണങ്ങൾ എന്താണെങ്കിലും ഈ വി.ഡി. സതീശന്റെ അനുകൂലമായിട്ടുള്ള ഒരുപാട് പ്രകടനങ്ങളൊക്കെ ഇന്നലെ പലയിടങ്ങളിലും കാണുന്ന സാഹചര്യമുണ്ടായി. അതേസമയം KC വേണുഗോപാലിന് കൃത്യമായിട്ടുള്ള മേധാവിത്വം ഈ MLA-മാരുടെ അഭിപ്രായ പ്രകടനത്തിൽ, അതായത് നിരീക്ഷകർക്ക് മുന്നിലുള്ളതിൽ ആ ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണമെങ്കിൽ ഇപ്പോൾ സാരംഗ് സൂചിപ്പിച്ച പോലെ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത തെളിയണം, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കണം. അപ്പോൾ പ്രധാനമായും ഈ ജനങ്ങളെ വെല്ലുവിളിച്ച് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നുള്ള ഒരു തീരുമാനം അത്തരമൊരു സാഹചര്യത്തിലേക്ക് കടക്കുമോ? ഏതായിരിക്കും നിർണായകമാകാൻ പോകുന്നത്? ഹൈക്കമാൻഡിന്റെ മുന്നിൽ എന്ത് തീരുമാനത്തിലേക്കായിരിക്കും സാഹചര്യങ്ങൾ കൊണ്ടെത്തിക്കുക?
എന്തോ തീർച്ചയായും. കാരണം അങ്ങനെ ഒരു തീരുമാനം വരികയാണെങ്കിൽ 2 തെരഞ്ഞെടുപ്പുകൾ വരും. കാരണം ഈ ഒരു കെ സി വേണുഗോപാൽ എം പി സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ഒരു തെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ ഈ ഒരു MLA സ്ഥാനത്തേക്കുള്ള ഒരു മത്സരവും കൂടി, അതായത് ആ 2 തെരഞ്ഞെടുപ്പ് കേരളത്തിലേക്ക് എത്തും. അത് ജനങ്ങൾ എത്രത്തിൽ സ്വീകരിക്കുമെന്നത് തന്നെ വലിയ ചോദ്യമാണ്. കാരണം ഈ ഒരു ജനഹിതമായി പലരും, അതായത് VD സതീശന്റെ ഭാഗമായി പലരും ഉയർത്തി കാണിക്കുന്നത്, അല്ലെങ്കിൽ ആ ഘടകകക്ഷികളൊക്കെ ഉയർത്തി കാണിക്കുന്നത്, പ്രതിപക്ഷ നേതാവായി നിൽക്കുന്ന സമയത്ത് തന്നെ UDF-നെ നയിച്ചതും ഒപ്പം തന്നെ ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട വലിയ കാര്യങ്ങളിലടക്കം മുന്നിട്ടിറങ്ങിയത് VD സതീശനാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അഭിപ്രായം കൂടി ഈ ഒരു തീരുമാനത്തിൽ ഭാഗമാക്കി എടുക്കണമെന്നാണ് പ്രധാനമായും ഉയർത്തി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അനാവശ്യ ഇലക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് VD സതീശൻ പക്ഷമടക്കം ഉയർത്തുന്ന കാര്യം എന്ന് പറയുന്നത്, അനാവശ്യ ഇലക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും കോൺഗ്രസിനെതിരെ ഒരു വികാരം ഉണർത്താനുള്ള ഒരു കാര്യമായി അത് ജനങ്ങൾ ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ടെന്നടക്കം VD സതീശൻ ക്യാമ്പ് ഉയർത്തി കാണിക്കുന്നുണ്ട്. പക്ഷേ KC വേണുഗോപാലും ആണ് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണ ലഭിച്ചിട്ടുള്ളത് KC വേണുഗോപാൽ പക്ഷത്തിനാണെന്നാണ് ഇപ്പോൾ ക്യാമ്പുകൾ പറയുന്ന കാര്യം. അത് എത്രത്തോളം AICC പ്രതിനിധികൾ കാര്യമായി എടുത്തിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ അടക്കം ചിത്രം വളരെ വ്യക്തമാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു സമയത്തിലടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ എടുത്ത നിലപാടും AICC എടുത്ത നിലപാടടക്കം വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒരു സമയമാണ്. അത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KC വേണുഗോപാലിന് തന്നെയാണ് കൂടുതൽ സാധ്യത തെളിയുന്നത്. പക്ഷേ കേരളത്തിലെ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ്. ഇവിടുത്തെ വിജയവും മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ലഭിക്കാത്ത രീതിയിലുള്ള വളരെ ചരിത്രപരമായ ഒരു വിജയമായിരുന്നു കോൺഗ്രസിന് ഇവിടെ നേടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് ഏത് രീതിയിൽ തീരുമാനത്തിലേക്ക് എത്തും, ആ ഒരു തീരുമാനമായിരിക്കും കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുക എന്നതാണ് വളരെ സുപ്രധാനമായിട്ടുള്ളത്. കാരണം KC വേണുഗോപാലിനെ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് 2 തെരഞ്ഞെടുപ്പിന് വഴിവെക്കും. VD സതീശൻ പക്ഷത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന MLA-മാരുടെ എങ്ങനെ അവരെ സംതൃപ്തിപ്പെടുത്തുമെന്നടക്കമുള്ള വലിയ ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഇതിനിടയിൽ രമേശ് ചെന്നിത്തലയും കൂടി നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയും ഒപ്പം തന്നെ മുതിർന്ന നേതാക്കന്മാരുടെ പിന്തുണയും അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് ആ ക്യാമ്പ് പ്രധാനമായും വ്യക്തമാക്കുന്നത്. അതൊരു വലിയ ആകാംക്ഷ നിറഞ്ഞൊരു കാര്യമാണ് മുഖ്യമന്ത്രി പദം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ത്രികോണ മത്സരത്തിൽ ആര് ജയിക്കും, ആര് വാഴും, മാത്രമല്ല VD സതീശന് മുഖ്യമന്ത്രി പദം ലഭിച്ചില്ല എങ്കിൽ ക്യാബിനറ്റ് പദവി തന്നെ ഒഴിവാക്കും, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തിലേക്ക് അടക്കം വരില്ല, മറ്റു പദവികളൊന്നും തന്നെ ഏറ്റെടുക്കില്ല എന്നൊരു ശക്തമായ നിലപാടടക്കം VD സതീശൻ എടുത്തു എന്നൊരു വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താകും കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള അടുത്ത തെരഞ്ഞെടുപ്പിലെ വിധി, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ തീരുമാനം എന്തായിരിക്കും എന്നത് വരും ദിവസങ്ങൾ തന്നെ വ്യക്തമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്. എന്നാലും മുഖ്യമന്ത്രി ആക്കിയില്ല എങ്കിൽ ഒരു MLA മാത്രം തുടരാൻ മാത്രമാണ് ആഗ്രഹം എന്നുള്ള ഒരു സ്റ്റാൻഡാണ് VD സതീശൻ കൈക്കൊള്ളുന്നത്. അപ്പോൾ ഇത്രമാത്രം ഒരു തിളക്കമുള്ള ജയം സ്വന്തമാക്കിയ UDF-ന്, കോൺഗ്രസിന് അത് എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളെ നേരിടാൻ കഴിയുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്താണെങ്കിലും ഇന്നലെ തന്നെ പലയിടങ്ങളിലും ഈ VD സതീശന് അനുകൂല പ്രകടനങ്ങൾ നടക്കുന്ന സാഹചര്യമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.